പ്രധാനമന്ത്രിയുടെ അമ്മയെ കഥാപാത്രമാക്കിയ AI വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പട്ന ഹൈക്കോടതി. എല്ലാ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഈ വിഷയം അത് ശരിയാണ്, ഒരു ഹാൻഡിലിൽ നിന്ന് വന്ന് അത് പല ഹാൻഡിലുകളിലൂടെ അത് പ്രചരിച്ചതാണ്. അപ്പോൾ ഈ വാർത്തയിൽ വലിയ രീതിയിലുള്ള വിമർശനവും വിവാദവും ഒക്കെ ആയതാണ്. അത് നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ കോടതി എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സ്മിത. ഈ ഒരാഴ്ച മുമ്പാണ് ഈ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിലിൽ, ബീഹാറിലെ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് ഹാൻഡിലാണ് ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ ഇങ്ങനെയാണ്. അതായത് പ്രധാനമന്ത്രി ഉറങ്ങാൻ പോകുന്നു, ഉറക്കത്തിൽ അമ്മ ഹീരാബൻ സ്വപ്നത്തിലെത്തി തന്നെ വോട്ടിനായി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സംഭാഷണങ്ങൾ ഉൾപ്പെടെയാണ് ഈ വീഡിയോയിലുള്ളത്. അത് AI ഉണ്ടാക്കിയ ആ കൃത്രിമ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കെതിരെ BJP സംസ്ഥാനത്തും ഒപ്പം തന്നെ രാജ്യത്തും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവും ഉന്നയിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളടക്കം എല്ലാവരും കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിരുന്നു. സത്യത്തിൽ കോൺഗ്രസ് ഈ നേരത്തെ ഉണ്ടായി വോട്ട് ചോരി യാത്രക്കിടയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ പേരിലൊരു പരാമർശം നടത്തിയതിന്റെ പേര് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇറക്കിയത്. അത് പിന്നീട് വലിയ പുലിവാല് പിടിക്കുകയായിരുന്നു. പിന്നീട് BJP നേതാക്കളാണ് പട്ന ഹൈക്കോടതിയിലേക്ക് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയത്. ഇപ്പോൾ പട്ന ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് PB ബജന്ദാരിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വീഡിയോ കോൺഗ്രസിന് വലിയ തിരിച്ചടി ആയതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ BJP ഇത് വലിയ രാഷ്ട്രീയ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോടതിയുടെ കൂടി ഒരു തിരിച്ചടി കോൺഗ്രസിനുണ്ടാവുന്നത്. എന്തായാലും BJP ഇത് നേരത്തെ തന്നെ അവരുടെ ദേശീയ വക്താവ് തന്നെ പ്രഖ്യാപിച്ചതാണ്. അവരുടെ തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രചരണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി കോൺഗ്രസിന് തിരിച്ചടിയായി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചുള്ള ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത് പ്രധാനമന്ത്രി അതിൽ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചിരുന്നത്. അതിന് തുടർച്ചയായി കോൺഗ്രസിന്റെ ഈ AI വീഡിയോ അതും വലിയ രീതിയിലുള്ള വിവാദമായി. അത് ഒടുവിൽ കോടതി കയറുകയും ചെയ്തു. ഇനിയിപ്പോൾ എല്ലാ ഹാൻഡിലുകളിൽ നിന്നും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.